69 സങ്കീർത്തനം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങളായിരിക്കും നമ്മൾ വായിക്കുന്നത്. കാരണം ഒരു വലിയൊരു സങ്കീർത്തനമാണ്. 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വാക്യം പ്രതിവാക്യമായി വായിക്കാം. ഉച്ചത്തിൽ വായിക്കണം. Save me, O God, for the waters are come in unto my soul. I am weary of my crying, my throat is dried, mine eyes fail while I wait for my God. O God, thou knowest my foolishness, and my sins are not hid from thee. Because for thy sake I have borne reproach, shame hath covered my face. For the zeal of thine house hath eaten me up, for the reproaches of them that reproach thee are fallen upon me. I made sackcloth also my garment, and I became a proverb to them. But as for me, my prayer is unto thee, O Lord, in an acceptable time. O God, in the multitude of thy mercy, hear me in the truth of thy salvation. Let not the water flood overflow me, neither let the deep swallow me up, and let not the pit shut her mouth upon me. And hide not thy face from thy servant, and I am in trouble. Hear me speedily. We'll read 19 and 20 together. Thou hast known my reproach and my shame and my dishonor. Mine adversaries are before thee. Reproach hath broken my heart, and I am full of heaviness, and I am looked for some to take pity, but there was none, and for comforters, but I found none. Let's close our eyes. Righteous and Heavenly Father, we praise you. We thank thee, Lord, for the blessed day. You have extended one more day in our life, Lord. We're being unworthy in your presence, Lord. There are many who started the race but were not able to finish it, Lord. You have extended one more day, one more time in our life, Lord. We give this session into your hands, Lord. Let your name alone be glorified, Lord. Speak to us, O Master. Give us grace to hear it, Lord, to accept it, Lord, like the way it is being said, Lord. We give all glory and honor into your hands. In the sweet and loving name we ask, Father. Amen. എല്ലാവർക്കും ഇരിക്കാവുന്നതാണ്. കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു സങ്കീർത്തനമായിട്ട് നിൽക്കുകയാണ്. പെട്ടെന്നൊരു വിളി വന്നു. പാസ്റ്ററിനോട് നോ പറയാൻ പറ്റത്തില്ല, അതുകൊണ്ട് യെസ് തന്നെ പറഞ്ഞു. 69 സങ്കീർത്തനം എന്ന് പറഞ്ഞ് ഒരു തലക്കെട്ടുള്ള സങ്കീർത്തനമാണ്. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. വലിയൊരു സങ്കീർത്തനമാണ്. അതിൽ ഒരു ഹാഫ് ആയിരിക്കും ഇന്ന് നമ്മൾ നോക്കുന്നത്. അടുത്ത ആഴ്ച വേറെ ആർക്കെങ്കിലും ചാൻസ് കിട്ടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ബാക്കി സങ്കീർത്തനം അവർക്കും. ദാവീദിൻ്റെ സങ്കീർത്തനം എപ്പോഴും തുടങ്ങുന്നത് ദൈവമേ എന്നെ രക്ഷിക്കണമേ, അല്ലെ അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടാണ്. ആദ്യം എൻ്റെ പ്രശ്നം ഞാൻ ദൈവത്തോട് പറഞ്ഞിട്ട് പിന്നെ അവസാനിക്കുന്നത് അതിൻ്റെ സൊല്യൂഷനും അവിടെ ആർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതും ദൈവത്തിന് മഹത്വവും നന്ദിയും പറഞ്ഞുകൊണ്ടാണ്. ഇന്ന് റോബിൻ ചാൻ പറഞ്ഞല്ലോ, നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കണം. ഇന്നലെ സ്തോത്രത്തെ പറ്റി പറഞ്ഞല്ലോ. കഴിഞ്ഞ ദിവസം ഞങ്ങൾ VBSന് പോയപ്പോൾ അവിടെ ഒരു കൊച്ചു വന്നു. താൻ കടന്നു പോകുന്ന ആ പ്രശ്നത്തിലും കൊച്ച് ആ VBS 2 ദിവസം അറ്റൻഡ് ചെയ്തു. തിങ്കളും ചൊവ്വ അയർലൻഡിൽ അറ്റൻഡ് ചെയ്തു. 2 ദിവസം സണ്ടർലാൻഡിൽ അറ്റൻഡ് ചെയ്തു. അടുത്ത ആഴ്ച 2 ദിവസം വീണ്ടും കൊച്ച് അയർലൻഡിലേക്ക് പോകുന്നു. പക്ഷെ നമുക്ക് ബലവും ആരോഗ്യം തന്നിട്ടും നമ്മൾ പലപ്പോഴും ദൈവത്തെ സ്തുതിക്കാതെ പോകുന്നുണ്ട്. ഇത്രയും പേര് ഇരുന്നിട്ട് ഒരു സ്തോത്രത്തിൻ്റെ ഒച്ച തീരെ കുറവാണ്. സ്തോത്രം. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവമേ ഞാൻ എന്ത് സംസാരിക്കണം? കാരണം ഈ ഒരു സങ്കീർത്തനത്തിൽ 2 പശ്ചാത്തലമുണ്ട്.
ഒന്ന്, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെ പറ്റി ഒരു 7 പ്രവചനമുണ്ട്. അത് പലർക്കും അറിയാവുന്നതാണ്. പക്ഷെ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇന്ന് രാവിലെ കിട്ടിയ ഒരു ആത്മാവ് ഇങ്ങനെയാണ് എന്നോട് സംസാരിച്ചത്. നിന്ദിക്കപ്പെട്ടവരുടെ ഒരു സങ്കീർത്തനമായിട്ട് നമ്മൾ ഇന്നലെ സാക്ഷ്യം കേട്ടു. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഇന്നലെയും വചനം കേട്ടു. നിങ്ങളെല്ലാവരും വചനം കേട്ട് തൃപ്തിപ്പെട്ടവരാണെങ്കിലും ചെറുതായിട്ട് ദൈവം തന്ന സമയത്തിൽ പറഞ്ഞിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു അധ്യായത്തിൽ 6 സ്ഥലത്താണ് നിന്ദയെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. നമ്മൾ ബൈബിൾ ഉടനീളം നോക്കിയാൽ പലരും അവരുടെ ജീവിതത്തിൽ നിന്ദിക്കപ്പെട്ടവരുണ്ട്. നിന്ദിക്കപ്പെടാത്തവരായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇവിടെ ആരെങ്കിലും ഉണ്ടെന്ന്. മൈക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നാൽ ഈ ഒരു മാസം തീർന്നാലും നമ്മുടെ നിന്ദയും കഷ്ടതയുടെ അനുഭവം പറഞ്ഞു തീരത്തില്ല. പക്ഷെ നിന്ദിക്കപ്പെട്ടവരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്. നമ്മൾ ബൈബിളിൻ്റെ തുടക്കത്തിൽ അന്നയെപ്പറ്റി നോക്കിയാൽ അന്ന നിന്ദിക്കപ്പെട്ടു, പക്ഷെ പിന്നീട് നോക്കിയാൽ അനുഗ്രഹിക്കപ്പെട്ടു. ദാവീദ് നിന്ദിക്കപ്പെട്ടു, അനുഗ്രഹിക്കപ്പെട്ടു. അതുപോലെ തന്നെയാണ് ഒരു നിന്ദ വരുമ്പോൾ അതിൻ്റെ പുറകിലൊരു അനുഗ്രഹമുണ്ട് തന്നെ നമ്മൾ പോകണം. പക്ഷെ നമ്മൾ പലപ്പോഴും നമ്മുടെ മാനുഷിക നിലയിൽ ആ നിന്ദയ്ക്ക് മറുപടി കൊടുക്കാൻ നമ്മൾ നിന്നുപോകും. അവിടെയാണ് നമ്മൾ സ്റ്റക്കായി പോകുന്നത്. ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. പക്ഷെ പലപ്പോഴും ദൈവത്തോട് ആ കടമ നമ്മളങ്ങ് ഏറ്റെടുക്കും, അല്ലേ? അപ്പോൾ ആദ്യം ആ 6 സ്ഥലം ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി പെട്ടെന്ന് പറയുന്നതായിരിക്കും. 69-ാം സങ്കീർത്തനത്തിൻ്റെ 7-ാം വാക്യം, നിന്റെ നിമിത്തം ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മൾ നിന്ദിക്കപ്പെട്ടു. അടുത്തതായിട്ട് 9-ാം വാക്യം, ദൈവത്തെ നിന്ദിച്ചു. അപ്പം ദൈവത്തോട് പറയാൻ പറ്റില്ലല്ലോ. അപ്പം അത് ആരുടെ? ദൈവമക്കളെ നമുക്കും ആ നിന്ദ ഏറ്റു. 10-ാം വാക്യം, നമ്മൾ കരഞ്ഞു, നമ്മൾ ഉപവസിച്ചു, എന്നിട്ട് നമുക്ക് നിന്ദ വന്നു. ഇത് 3 അവസ്ഥയാണ്. 20-ാം വാക്യം, നിന്ദ എൻ്റെ when a reproach happens, what happens to a person? നമ്മുടെ ഹൃദയം തകർന്നു പോകുന്നു. 19-ാം വാക്യം, ആര്? ദൈവം അറിയുന്നില്ലേ? നമ്മൾ നിന്ന അവമാനം, പിന്നെ ലജ്ജ. 3 കാര്യം ദൈവം, നമ്മൾ നിന്ദിക്കപ്പെടുമെങ്കിലും 3 കാര്യങ്ങൾ ദൈവം അറിയുന്നു. ലാസ്റ്റ് 33-ാം വാക്യം, തൻ്റെ ബദ്ധന്മാരെ. അപ്പം ആരാ നിന്ദിക്കുന്നത്? മനുഷ്യരാണ്. ദൈവം നമ്മളെ നിന്ദിക്കത്തില്ല. ഈ നിന്ദ കാരണം കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുമ്പോൾ നമ്മൾ പലപ്പോഴും മാനസികമായി തകർന്നു പോകും. നമ്മൾ ഇന്നലെ അവരുടെ സാക്ഷ്യം കേട്ടതാണല്ലോ. അവരുടെ ജീവിതത്തിലുണ്ടായ നിന്ദ കാരണം ഒരു നിമിഷത്തേക്ക് ജീവൻ ഒടുക്കിയാലോ എന്ന് വരെ തീരുമാനിച്ചു പോകുന്ന അവസരം നമ്മുടെ ജീവിതത്തിലുണ്ട്. പക്ഷെ ദൈവം അവിടെയും കാത്തില്ലേ? ഒരു നാളും നമ്മളെ കൈവിടാത്ത ദൈവം നമ്മുടെ കൂടല്ലേ? ഇന്നിപ്പോൾ നമ്മൾ പാട്ട് പാടിയല്ലോ, നമ്മുടെ പ്രശ്ന സമയത്ത് നമ്മൾ ദൈവത്തെ വിളിച്ചു, നമുക്ക് വേണ്ടി ചെവി ചായ്ച്ചു തന്നില്ലേ? ഇതുപോലൊരു ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിലും പിന്നെയും നമ്മൾ എന്ത് ചെയ്യും? ആ നിന്നയെ പറ്റി കരഞ്ഞ് 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 ഇങ്ങനെ അങ്ങ് ഇരിക്കും. അപ്പോൾ 7-ാം വാക്യത്തിലേക്ക് വീണ്ടും പോവാം. നിന്റെ നിമിത്തം ഞാൻ നിന്ന വഹിച്ചു. മീൻസ് അതൊരു വഹിക്കുമ്പോൾ ഒരു ഭാരമാണ് നമ്മുടെ മേൽ വരുന്നത്. അപ്പം നിന്ന എന്ന് പറയുന്നത് റിപ്രോച്ച് ഈസ് എ ബേർഡൻ വിച്ച് വി ആർ ബെയറിങ്. Whatsoever be the circumstance of our life, many a times people who are sitting next to you will reproach you. ചിലപ്പോൾ അവരുടെ വാക്കുകളായിരിക്കും, അല്ലെങ്കിൽ അവരുടെ പ്രവർത്തികളായിരിക്കും. ബട്ട് നമ്മൾ ദാവീദിനെ നോക്കുമ്പോൾ, ദാവീദിൻ്റെ സാഹചര്യം നമ്മൾ നോക്കുമ്പോൾ, തൻ്റെ സാഹചര്യത്തിൽ എഴുതിയ ഒരു സങ്കീർത്തനമാണ്, നിന്റെ നിമിത്തം ഞാൻ നിന്ന സഹിച്ചു, ലജ്ജ എൻ്റെ മുഖത്തെ മൂടി. എന്ത് ചെയ്യാൻ പറ്റും? When reproach comes to our life, we don't have courage to face someone.
ആരെങ്കിലും നമ്മൾ നിന്ദിച്ച് പോകുമ്പോൾ നമ്മൾ ചിരിച്ചോണ്ടിരിക്കുക? നമ്മൾ വീട്ടിൽ പോയി കരയാവുന്നതിന് പരമാവധി നമ്മൾ കരഞ്ഞ് പ്രാർത്ഥിക്കുക. അവൻ എങ്ങനെ ചെയ്തു? ഹൗ ഡിഡ് ദാറ്റ് പേഴ്സൺ സേ ദാറ്റ് ടു മീ? ഹൗ ഡിഡ് ദാറ്റ് പേഴ്സൺ ആക്ട് ടു മീ ലൈക്ക് ദാറ്റ്? പക്ഷെ അവിടെ ദൈവം നമ്മളെ കാണുന്നുണ്ട്. അടുത്തത് 9-ാം വാക്യം. പെട്ടെന്ന് ഞാൻ പോവാണ്. ദൈവത്തെ നിന്ദിച്ചവരുടെ നിന്നയും നമ്മുടെ മേലെ വന്ന്. ആദ്യം ദൈവനാമത്തിൽ നമ്മൾ നിന്ന് സഹിച്ചു. രണ്ടാമത് ദൈവത്തെ നിന്ദിച്ചവരുടെ നിന്നയും നമ്മുടെ മേൽ വന്നു. പലപ്പോഴും നമ്മൾ ദൈവവിശ്വാസികളാണ്. ദൈവ വഴിയിൽ നമ്മൾ പോകുമ്പോൾ ലോകപരമായിട്ടുള്ളവർ പറയും, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ അവരെന്തോ പറഞ്ഞ്, അവൻ ദൈവത്തെ തേടി പോയതല്ലേ, എന്നിട്ടും അവൻ ഈ ഒരു ഗതി വന്നല്ലോ. ഞങ്ങളുടെ കൂടെ അവനെ ഞങ്ങൾ പാർട്ടിക്ക് വിളിച്ചപ്പോൾ അവൻ പറഞ്ഞു അവൻ ചർച്ചിൽ പോകണമെന്ന്. ഇപ്പോൾ ഏതവൻ അവൻ്റെ കൂടെ നിൽക്കുന്നേ? ഒരു പ്രശ്നം വരുമ്പോൾ ലോകത്തിലുള്ളവർ നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയില്ലേ, എന്നാൽ അവനെ ഞാനിന്ന് പറഞ്ഞെടാ ഇന്ന് ചർച്ചിൽ പോകണ്ട, നമുക്കൊന്ന് അടിച്ചു വിളിക്കാം. പക്ഷെ അവൻ എന്താ പറഞ്ഞ്, കോട്ടേജ് മീറ്റിംഗ് ഉണ്ട്, ഫാസ്റ്റിംഗ് പ്രെയർ ഉണ്ട്. എന്നിട്ട് ഒരു പ്രശ്നം വരുമ്പോൾ എന്തു പറയുമ്പോൾ അവർ ദൈവത്തെ നിന്ദിക്കും. ആ നിന്ന നമ്മളാണ് സഹിക്കേണ്ടത്. ഇതെല്ലാം കാണുന്നൊരു ദൈവമുണ്ട്. അടുത്തത് 10-ാം വാക്യം. ഞാൻ കരഞ്ഞു, ഉപവാസത്താൽ ആത്മതപനം ചെയ്തു. ഞാൻ ഒരു കാര്യം പറയാം, ഇതിനെപ്പറ്റി ഓൾറെഡി നമ്മൾ പ്രസംഗിച്ചിട്ടുള്ളതാണ്. ഉപവാസ പ്രാർത്ഥന നമുക്ക് വരുന്നുണ്ട്. 28, 29, 30 എല്ലാവരും വരണം. കാരണം കരഞ്ഞ് ഉപവസിച്ചാൽ നമ്മുടെ സകല പ്രശ്നത്തിനും പരിഹാരമുണ്ട്. ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് അന്ന. മക്കളില്ലായിരുന്നു, താൻ നിന്ദിക്കപ്പെട്ടു, മറുപടി കൊടുത്തില്ല. നേരെ ദൈവസന്നിധിയിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഇനി അത് നിങ്ങളുടെ മക്കളുടെ വിഷയമാണേലും നിങ്ങളുടെ വിഷയമാണേലും, ചിലപ്പോൾ നിങ്ങൾ നിന്ദിക്കപ്പെട്ട് നിങ്ങൾ വീട്ടിൽ പോയി ചിലപ്പം ഭർത്താവിനോട് പറയും ഇതാണ് പ്രശ്നം. ഭർത്താവ് പറയും നീ അത് മൈൻഡ് ചെയ്യുന്നില്ലെന്ന് വെക്കണം. പക്ഷെ അത് നമ്മളെ കൊണ്ട് പറ്റത്തില്ല. നമ്മൾ വീണ്ടും അതിനെപ്പറ്റി ഓർത്ത് നമ്മുടെ എത്ര സമയം നമ്മൾ ഡിപ്രഷൻ്റെ സ്റ്റേജിലേക്ക് എത്തും. നമ്മൾ ആരോടും മിണ്ടത്തില്ല, സംസാരിക്കത്തില്ല, നമ്മൾ ചിരിക്കത്തില്ല. ദൈവം പറഞ്ഞു ഞാനത് കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാലും നമുക്ക് ഒരു പൂർണ്ണമായിട്ടൊരു ട്രസ്റ്റ് ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? വിൽ കീപ്പ് ഇറ്റ് ടു അവർ സെൽഫ്. മെനി പീപ്പിൾ റിപ്രോച്ചസ്. നമ്മുടെ കൂടെ നടക്കുന്നവർ തന്നെയാണ് നമ്മളെ നിന്ദിക്കുന്നവർ. നമ്മുടെ സഭയിലുള്ളവരായിരിക്കും ചിലപ്പോൾ നമ്മൾ നിന്ദിക്കുന്നത്, നമ്മുടെ ജോലി സ്ഥലത്തുള്ളവരായിരിക്കും നിന്ദിക്കുന്നത്. പക്ഷെ നമ്മൾ പലരും കണ്ണടച്ച് വിടേണ്ട സാഹചര്യത്തിൽ കണ്ണ് തുറന്ന് വീട്ടിൽ ചെവിയും തുറന്ന് കൊണ്ടുവരും. എന്നിട്ട് വീട്ടിൽ വന്ന് വീട്ടിലെ സമാധാനവും നമ്മൾ കളയും. ദൈവം ക്ലിയറായിട്ട് പറഞ്ഞതാണ്. ഇതാണ് 3 സാഹചര്യം. ഇനി അടുത്തത്, നമുക്ക് നിന്ന നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നമുക്ക് എന്താണ് ഒരു മനുഷ്യന് സംഭവിക്കുന്നത്? 20-ാം വാക്യം. വല്ലവനും ആർക്കും തോന്നിയില്ല, ആരെയും കണ്ടില്ല. ഇതാണ് നമ്മുടെ പ്രശ്നം. ഒരു നിന്ന നമ്മുടെ ജീവിതത്തിലുണ്ടായാൽ നമ്മുടെ ഹൃദയം തകർന്നു പോകും. എന്നിട്ട് നമ്മൾ ലോകത്തിലാണ് നമ്മുടെ സഹായം തേടുന്നത്. ഇന്ന് നമ്മുടെ സഭയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി സ്ഥലത്തിൽ നിങ്ങൾ അറിയുന്നവരാരെങ്കിലും നിന്ദിക്കപ്പെട്ട ഒരവസ്ഥയിൽ കടന്നു പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട 2 കാര്യം അതിനകത്ത് എഴുതിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ പലപ്പോഴും ചെയ്യാത്ത 2 കാര്യമാണ് ദൈവം അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒരു മെഡിക്കൽ ഫീൽഡിൽ നിങ്ങൾ ഒരു ഡിപ്രസ്ഡ് അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവർ ചെയ്യുന്ന 2 കാര്യം ഇതാണ്. നിങ്ങളെ ആശ്വസിപ്പിക്കും, കുഴപ്പമില്ല, ഇത് പറ്റിയതല്ല, നിങ്ങളെ കേൾക്കും. അവർ കണ്ടുപിടിക്കുന്നതിന് മുന്നേ തന്നെ ദാവീദ് ഇവിടെ ബൈബിളിൽ എഴുതി തന്നിട്ടുണ്ട്. ആ 2 കാര്യം നമ്മൾ ചെയ്യത്തില്ലെന്ന് ഉറപ്പുണ്ടായത് കൊണ്ടാണ് എഴുതി വച്ചിരിക്കുന്നത്. കാരണം നമ്മൾ എപ്പോഴെങ്കിലും ബൈബിൾ തുറക്കുമ്പോഴോ ബൈബിൾ വായിക്കുമ്പോഴോ അതിന് റിമൈൻഡറാണ് നമ്മൾ എന്ത് ചെയ്യണമെന്ന്. പലപ്പോഴും ചെയ്യാത്ത കാര്യങ്ങൾ നമ്മുടെ ബൈബിളിൽ പറഞ്ഞു തന്നിട്ടുണ്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന്. പല നിന്ദകൾക്ക് നമ്മൾ മറുപടി കൊടുക്കാൻ നിൽക്കരുത്. ദൈവസന്നിധിയിൽ വരണം, കരയണം, പ്രാർത്ഥിക്കണം, ഉപവസിക്കണം. പലപ്പോഴും നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും പല വിഷയങ്ങൾക്ക് വേണ്ടി, പല പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് നമ്മൾ എല്ലാവരും പറയും
ഇതിന് പരിഹാരം കാണും. പക്ഷേ ആ സാഹചര്യം അല്ല ആ പ്രശ്നം നമ്മൾ ഉദ്ദേശിച്ച നിലയിലായിരിക്കും അതിൻ്റെ റിസൾട്ട് വരുന്നത്. അപ്പോൾ ചുറ്റുമുള്ളവർ പറയും, നീ ഉപവസിച്ചു, നീ കരഞ്ഞ് പ്രാർത്ഥിച്ചു, എന്തിയെ നിൻ്റെ ദൈവം? നിൻ്റെ ദൈവം നിന്നെ എന്ത് ചെയ്തു? നിൻ്റെ പ്രശ്നത്തിൽ നിന്നെ വിടുവിച്ചോ? നിൻ്റെ ചാർച്ചക്കാർ നിന്നെ പ്രശ്നത്തിൽ നിന്ന് വന്നോ? നിൻ്റെ കൂടെ ഉണ്ടായിരുന്നോ എന്ന് കൂടെയുള്ളവരെല്ലാവരും ചോദിക്കും. കാരണം ലോകത്തിലുള്ളവർ ഒരു മനുഷ്യനെ നിന്ദിക്കാൻ പഠിപ്പിക്കേണ്ട, അതിനൊരു സ്പെഷ്യൽ കോഴ്സും വേണ്ട. അത് ബൈ ഡിഫോൾട്ട് നമ്മുടെ ഉള്ളിലുള്ളൊരു കാര്യമാണ്. ഇനി അടുത്തത് ഒരു സൊല്യൂഷനാണ്. സങ്കീർത്തനം 69:19. ആര്? നമ്മൾ നിന്നെ പറ്റിയാണ് സംസാരിക്കുന്നത്. പക്ഷെ ദൈവം അതിൻ്റെ കൂട്ടത്തിൽ വേറെ 2 കാര്യം ദൈവം പറയുന്നുണ്ട്. ഞാൻ അറിയുന്നുണ്ട്. ദൈവത്തിന് കൺമുമ്പിൽ വന്ന ഒരു കാര്യം ദൈവം കണ്ണടച്ച് വിട്ടിട്ടില്ല. എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സസ് 7 and 8 അതൊന്ന് വായിക്കാം. എക്സോഡസ് ചാപ്റ്റർ 3 വേഴ്സസ് 7 and 8. ഞാൻ കണ്ടു. ഒരു വട്ടമല്ല, 2 വട്ടം ദൈവം പറഞ്ഞു ഞാൻ കണ്ടു. എന്നിട്ട് നിലവിളിയും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. നമ്മുടെ സകല പ്രശ്നം കേൾക്കുന്ന ഒരു ദൈവമുണ്ട്. 2 വട്ടമാണ് അവിടെ എഴുതിയേക്കുന്നത്. ഞാൻ കണ്ടു, ഞാൻ കണ്ടു. സങ്കീർത്തനത്തിലും അതന്നെ പറഞ്ഞേക്കുന്നത്, ഞാൻ കണ്ടു. ഇസ്രായേൽ മക്കൾ പ്രശ്നത്തിലായിരുന്നപ്പോൾ അവർ നിലവിളിച്ചു, അവർ നിലവിളി കേട്ടു. നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ ദൈവസന്നിധിയിൽ വെക്കുമ്പോൾ ദൈവം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അതിന് പരിഹാരമായിട്ട് ദൈവം ഇറങ്ങി വരും. ഇസ്രായേൽ മക്കൾ കടന്നുപോയ പ്രശ്നത്തിന് ദൈവം അവരോട് പറഞ്ഞ് എന്താണെന്നറിയാം? ഏത് സ്ഥലത്തെത്തിക്കുന്നറിയാം? പാലും തേനും ഒഴുകുന്ന ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത്. നമ്മൾ നമ്മുടെ പ്രശ്നത്തിൻ്റെ നടുവിൽ നമ്മൾ നിന്ദിക്കപ്പെട്ട സാഹചര്യത്തിൽ കടന്നു പോകുമ്പോൾ ദൈവം നമ്മളോട് പറയുന്ന ഇതേ കാര്യമാണ്, ഞാൻ നിന്നെ കണ്ടു. പലപ്പോഴും നമ്മൾ നിന്ദിക്കപ്പെടുമ്പോൾ വീട്ടിൽ പോയി കരയുന്നതിന് പകരം അവരോട് ഇങ്ങനെ പറഞ്ഞാൽ മതി, ദൈവം എന്നെ കാണുന്നുണ്ട്. ഒന്നും കൂടെ ആ വാക്യം വായിക്കാം. 69:19. എൻ്റെ വൈരികളെല്ലാവരും നിൻ്റെ ദൃഷ്ടിയിലിരിക്കുന്നു. അപ്പോൾ ഇന്ന് തൊട്ട് ഈ കളിയാക്കുന്നവരും നിന്ദിക്കുന്നവരും ഒന്ന് സൂക്ഷിച്ചോണം. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ ദൃഷ്ടിയിലാണ്. നമ്മൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ട് ഇവിടുന്ന് വിട്ടാൽ അവർ നേരെ ദൈവത്തോട് പറയും, പിന്നെ നമ്മളും ദൈവം തമ്മിലായിപ്പോൾ. അപ്പോൾ ദയവേത് നമ്മളിങ്ങനെ ഒരു അവസ്ഥയിലായിരിക്കുമ്പോൾ ദൈവസന്നിധിയിൽ കരഞ്ഞ് ഉപവസിച്ച് പ്രാർത്ഥിച്ചോണം. വേറൊരു പോംവഴി നമുക്ക് മുമ്പാകില്ല. അവസാനമായി 69:33 കൂടെ വായിച്ച്, ദൈവം ബദ്ധന്മാരെ നിന്ദിക്കുന്നുമില്ല. അപ്പോൾ ഇവിടെ ക്ലിയറായിട്ട് പറഞ്ഞിട്ടുണ്ട് ആരാ ചെയ്യുന്നത്. ദൈവം നമ്മളെ സൃഷ്ടിച്ചതാണ്. ചിലപ്പോൾ നമ്മുടെ നിറം വേറെ ആയിരിക്കും, കാലിനോ കൈക്കോ നീളവും വീതിയും ചിലപ്പോൾ കൂടിയോ കുറഞ്ഞിരിക്കും. പക്ഷെ ദൈവം ഒരിക്കലും നമ്മളെ നിന്ദിക്കത്തില്ല. ദൈവം നമ്മളെ ഒരിക്കലും കളിയാക്കത്തില്ല. ദൈവത്തിൻ്റെ സൃഷ്ടിയെ ഒരിക്കലും സൃഷ്ടാവ് കളിയാക്കിയ ഒരു ചരിത്രം നമ്മൾ ബൈബിളിൽ വായിച്ചിട്ടില്ല. ഈ ഒരു സങ്കീർത്തനം ആക്ച്വലി ഇതിനകത്ത് പറയുമ്പോൾ 7 പ്രവചനങ്ങളുണ്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ പറ്റി. പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ദൈവത്തോട്, ദൈവം ഞാൻ എന്താണ് സംസാരിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോൾ ദൈവം തന്ന കാര്യമാണ് നിന്നയുടെ സങ്കീർത്തനത്തിനെ പറ്റി. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ വാക്കുകൾ മുഖാന്തരം ദൈവം അനുഗ്രഹിക്കും.